ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മനുഷ്യ വന്യജീവി സംഘർഷം ആശങ്കയൊഴിയാതെ സംസ്ഥാനം. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് നിരന്തര സംഭവമായി മാറിക്കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ കടുവയും കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയുമൊക്കെ നാട്ടിലെത്തി മനുഷ്യരെയോ വളർത്തുമൃഗങ്ങളെയോ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതുമെല്ലാം ഇടം പിടിച്ചു കഴിഞ്ഞു. ആവാസവ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലെത്തി ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷയ്ക്കും ഉപജീവനത്തിനും ക്ഷേമത്തിനും നേരിട്ട് ഭീഷണി ഉയർത്തുമ്പോഴാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഉടലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വിവിധ നടപടികളാണ് കേന്ദ്രവും സംസ്ഥാന സർക്കാരും വനം വകുപ്പിന്റെ സഹായത്തോടെ നടത്തിവരുന്നത്. എന്നിട്ടും വന്യജീവി ശല്യം തുടരുകയാണ്. രാജ്യത്ത് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടും. അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്നത്. ഈ സമീപനമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. ഇതിനെ എങ്ങനെ ശാശ്വതമായി ചെറുക്കാൻ കഴിയുമെന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന ജില്ലയാണ് വയനാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുൽപ്പള്ളിയിലെത്തിയ കടുവ 5 ആടുകളെയാണ് കൊന്നത്. ഒടുവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയതോടെയാണ് ജനങ്ങൾക്ക് ആശ്വാസമായത്. കടുവയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വനംവകുപ്പ് നടപ്പിലാക്കുന്ന നടപടികളെക്കുറിച്ച് സൌത്ത് വയനാട് ഡിഎഫ്ഒ അജിത് കെ രാമൻ വാർത്താ തരംഗിണിയോട്. ടെറിട്ടറി നഷ്ടപ്പെടുന്ന കടുവകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യവും കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത്തരം മൃഗങ്ങളെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ദേശീയ കടുവ പരിപാലന അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരം ചെയ്യുവാനുള്ളത്. അത് പ്രകാരമുള്ള ടെക്നിക്കൽ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത്തരം കടുവകളെ കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടികൂടുന്നതിനുള്ള ഉത്തരവിടുന്നത്. ഇത്തരം കടുവകളെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും. ചികിത്സ ആവശ്യമുള്ളവയെ കുപ്പാടിയിലുള്ള ആനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയും അത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശം അനുസരണം നമ്മൾ NTCA ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ടാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. സമീപകാലത്തായി കണ്ണൂർ ജില്ലയിലും കാട്ടുപന്നികൾ, മുള്ളൻ പന്നികൾ, കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. കാക്കയങ്ങാട് പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പുലിയെ വനംവകുപ്പ് അധികൃതർ മയക്കുവെടിവെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് വിടുകയായിരുന്നു. മലപ്പുറത്തും ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാട്ടാനകളുടെ ആക്രമണത്തിലാണ്. കാട്ടാനകളെ തുരത്താൻ ഉപയോഗിക്കുന്ന നൂതന സ്മാർട്ട് ഫെൻസിംഗ് രീതി ഉൾപ്പെടെയുള്ള മാർഗങ്ങളെക്കുറിച്ച് ശ്രീ അജിത് കെ രാമൻ തുടരുന്നു. കാട്ടാനയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അതിർത്തികളിൽ ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട്, ആനമതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലത്ത് ട്രെയിൽ ഫെൻസ് നിർമ്മിച്ചിട്ടുണ്ട്, പിന്നെ നൂതനമായിട്ടുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഫെൻസ് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവലംബിക്കുന്ന രീതി എന്ന് പറയുന്നത് തൂക്കുവേലികളാണ്. തൂക്കുവേലികളാണ് നമ്മൾ ഈ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ചെയ്തു വരുന്നത്. പരമാവധി തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തി ജനജാഗ്രതാ സമിതികൾ രൂപവൽക്കരിച്ചും വനസംരക്ഷണ സമിതികൾ ഉപയോഗപ്പെടുത്തിയും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ വാച്ചർമാരായിട്ട് ഉപയോഗപ്പെടുത്തിയും ഏറുമാടം കെട്ടിയും ആനകളെ നമ്മൾ സമയബന്ധിതമായിട്ട് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. സൗരോർജ്ജ തൂക്കുവേലികളും പരിപാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്താറുണ്ട്. അധിഷ്ഠിത ഫെൻസിംഗിന് തന്നെയാണ് സ്മാർട്ട് ഫെൻസിംഗ് എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ നടാടെയാണ് ചെതലത്ത് റേഞ്ചിന്റെ കീഴിലുള്ള ഇരളം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേലക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനം വൈറ്റ് എലിഫന്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് അത് സൗജന്യമായിട്ട് AI ബേസ്ഡ്
ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന ആന ദൂരത്തുനിന്ന് തന്നെ ആന വരുമ്പോൾ ആനയുടെ വിഷ്വല് നമുക്ക് കിട്ടുകയും അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് അലാറം പുറപ്പെടുവിക്കുകയും അത് നമ്മുടെ കമാൻഡ് കൺട്രോളിൽ കിട്ടുകയും നമുക്ക് പെട്ടെന്ന് ഇതിനെ തുരത്താനും കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ നൂതനമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന ഇറങ്ങാൻ സാധ്യതയുള്ള ചതുപ്പുള്ള മേഖലകളിൽ, അതായത് നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങൾ, ട്രെഞ്ച്, അതുപോലെ തന്നെ ആനമതില്, അത്തരം മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ ഇത് വിജയകരമായിട്ട് ചെയ്യുന്നത് കാണാം. മറ്റ് മാർഗങ്ങളെ അപേക്ഷിച്ച് ഇത് ചെലവ് കൂടുതലാണ്. പക്ഷേ ഇത് ഈ പറയുന്ന ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ആന ഇറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയിലാണ്. മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷിനാശം നേരിടുന്ന കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയാൽ നട്ടം തിരിയുകയാണ്. പ്രദേശത്തെ കൂടുതൽ വിവരങ്ങൾ വാർത്താ തരംഗിണിയോട് പങ്കുവയ്ക്കുകയാണ് ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കടുവയും പുലിയും കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങും മാനും മയിലും അടക്കമുള്ള വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് വയനാട്ടിലെ കർഷകർ. കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കർഷകൻ ഒരു വർഷം പണിയെടുത്ത കാർഷിക വിളകളാണ് ഒരു നിമിഷം കൊണ്ട് തകർക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുന്ന കർഷകർ വന്യമൃഗശല്യം കൂടി വർദ്ധിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ്. വന്യമൃഗങ്ങൾ നിത്യവും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയതോടെ ആളുകൾക്ക് വൈകുന്നേരമായാൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. വന്യമൃഗങ്ങൾ കൊല്ലുന്ന മനുഷ്യരുടെ കണക്കുകൾ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. ആനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവർ നിരവധിയാണ്. വന്യമൃഗശല്യത്താൽ കൃഷി പോലും ഉപേക്ഷിച്ച നിരവധി കർഷകരുണ്ട് വയനാട്ടിൽ. വീടുകൾ ഉപേക്ഷിച്ചവരും ജീവിതം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർ നിരവധി. ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക എന്നത് വയനാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ വനത്തിൽ തന്നെ നിലനിർത്താനുള്ള ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത്. ഒപ്പം വനത്തിലെ അധിനിവേശ സസ്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി സ്വാഭാവിക വനവൽക്കരണം നടത്തി വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും വനത്തിലൊരുക്കി നാടും കാടും വേർതിരിക്കണമെന്നാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കുമ്പോഴും മലപ്പുറം ജില്ലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യജീവനെടുക്കുന്നത് തുടർ സംഭവമാകുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 2 മരണമാണ് കാട്ടാന ആക്രമണത്തിൽ ജില്ലയിൽ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് എക്കാലത്തും നിലമ്പൂർ മലയോരത്ത് വസിക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്നതാണ്. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 27 ജീവനുകളാണ്. ഇതിൽ നല്ലൊരു പങ്കും കാട്ടാനയുടെയും പാമ്പിന്റെയും ആക്രമണത്തിലാണ്. 2 ആഴ്ചയ്ക്കിടെ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ആദിവാസികൾ മരണപ്പെട്ടു. നിലമ്പൂർ സൗത്ത്, നോർത്ത് ഡിവിഷനുകളും സൈലന്റ് വാലിയും ഉൾപ്പെടുന്നതാണ് മലപ്പുറം ജില്ലയുടെ വനമേഖല. സൗത്ത് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലാണ് കാട്ടാന ആക്രമണം അതിരൂക്ഷം. നേരത്തെ ആദിവാസി ഊരുകളിലായിരുന്നു കാട്ടാന ശല്യം രൂക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ, വഴിക്കടവ്, മൂത്തേടം, കരുളായി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ദിനംപ്രതി എന്നോണം കാട്ടാനകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വന്യജീവി ശല്യം തടയുന്നതിനായി നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനുകളിൽ 7 ഇടങ്ങളിൽ വൈദ്യുതി തൂക്കുവേലി സ്ഥാപിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിലും ഫലപ്രദമായും സ്ഥാപിക്കാനാവും എന്നതാണ് വൈദ്യുതി വേലിയുടെ പ്രത്യേകത. ഉടൻ വൈദ്യുതി തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങും. നാട്ടുകാരുടെ ജീവൻ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞ ജീവനുകൾ. വന്യജീവി ആക്രമണത്തിൽ മലപ്പുറം ജില്ലയിൽ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് ഉൾക്കാടുകളിൽ താമസിക്കുന്ന ജനവിഭാഗമാണെന്നും അവരെല്ലാം ഭയത്തിലും ആശങ്കയിലുമാണെന്നും നാട്ടുകാരനും വന്യജീവി ആക്രമണത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിലെത്തിക്കാൻ ആദ്യമെത്തുന്നവരിൽ ഒരാളുമായ ടാക്സി ഡ്രൈവർ ചെറി പറയുന്നു. സ്വയം രക്ഷ നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് ചെറി ആകാശവാണി വാർത്തകളോട് പറഞ്ഞത്. ഞാനിപ്പോൾ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. ആകെ ആശങ്കയാണ്. ജനങ്ങളിൽ ഭീതി പടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഒരു സംഭവമാണ്. ഇപ്പം തൊട്ടടുത്ത് 2 ആൾ മരണം. ഉൾക്കാട്ടിൻ്റെ ഉള്ളിലാണ് അവരുടെ താമസം. ഉൾക്കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന അവരെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കാനാ? സ്വയം പ്രൊട്ടക്ഷൻ എടുക്കാനേ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോറസ്റ്റും വനപാലകരും നാട്ടുകാരും മൊത്തമായിട്ട് ചേർന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ് ആവശ്യം. അവരെ ജീവിതശൈലിയിലേക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി രാത്രി നേരം വൈകിയുള്ള യാത്ര ഇതൊക്കെ ഒഴിവാക്കി ബോധവൽക്കരിക്കുകയാണ് ആവശ്യം. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും കാട്ടാന, പാമ്പ്, കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അനുഭവപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിലും കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു.
കാട്ടാനശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. പ്രദേശത്ത് അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തെക്കുറിച്ചും അധികൃതർ അവലംബിക്കുന്ന പ്രതിരോധ നടപടികളെക്കുറിച്ചും ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2024 ഇടുക്കിയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 7 പേരാണ്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാട്ടാന, കാട്ടുപോത്ത്, കടുവ, പുലി തുടങ്ങിയ കാട്ടുമൃഗങ്ങളാണ് അടുത്ത നാളുകളിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി വിതയ്ക്കുന്നത്. ഹെക്ടർ കണക്കിന് കൃഷിയും വീടുകളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിലെല്ലാം ഉപരി ഒട്ടനവധി മനുഷ്യജീവനുമാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിയുന്നത്. മൂന്നാർ, ചിന്നക്കനാൽ, കന്നിമല, തോണ്ടിമല, അടിമാലി, കാഞ്ഞിരവേലി, മുള്ളരിങ്ങാട് എന്നിവിടങ്ങളിലൊക്കെ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ മൂന്നാറിലെ സ്ഥിര സാന്നിധ്യമായ കാട്ടാന പടയപ്പ ഉൾക്കാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കാത്തതും ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പ്രദേശത്ത് അടിക്കടി എത്തുന്ന കാട്ടുപന്നികൾ വ്യാപകമായ രീതിയിൽ കൃഷിനാശമുണ്ടാക്കുകയും ആളുകളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. കാട്ടാന ശല്യത്തെ പ്രതിരോധിക്കാൻ സോളാർ ഫെൻസിംഗ്, ട്രഞ്ച്, ക്രാഷ് ഗാർഡ്, റോപ്പ് ഫെൻസിംഗ്, SMS അലർട്ട് എന്നിവയാണ് വനംവകുപ്പ് പ്രധാനമായും നടപ്പാക്കുന്നത്. എന്നാൽ കാട്ടാനകൾ ഇതെല്ലാം മറികടന്ന് ജനവാസ മേഖലകളിലെത്തും. വന്യമൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് തുരത്താനുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിന് എല്ലായിടത്തും ഓടിയെത്തേണ്ട അവസ്ഥയാണ്. ജില്ലയുടെ പ്രത്യേകത കണക്കിലെടുത്ത് RR ടീമിന്റെ ശേഷി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. 2018 മുതൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സർക്കാർ നഷ്ടപരിഹാരം 5 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ലഭിക്കാനുണ്ടാക്കുന്ന കാലതാമസം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. വന്യമൃഗശല്യം ലഘൂകരിക്കണമെങ്കിൽ മൃഗങ്ങൾ കാടിറങ്ങാതിരിക്കണം. അതിനായി അവയ്ക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന തരത്തിൽ ഭക്ഷണം കാട്ടിനുള്ളിലോ ബഫർ സോണിലോ ഉറപ്പാക്കുന്നതിന് വനത്തിനോട് ചേർന്ന് വസിക്കുന്ന ആദിവാസികളെയും കർഷകരെയും ഒക്കെ തക്കതായ വേതനം കൊടുത്തുകൊണ്ട് ഏർപ്പാടാക്കുന്നതുൾപ്പെടെയുള്ള മാർഗങ്ങൾ ആലോചിക്കാവുന്നതാണ്. ഇടുക്കി ജില്ലയിലെ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നടപടികളെപ്പറ്റി അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ വാർത്താതരംഗിണിയോട്. 2025 തന്നെ ആന മൂലം 2 പേര് മരണപ്പെട്ടിരിക്കുന്നു. തൊട്ട അതിർത്തിയിൽ തന്നെ അടുത്ത 2 പേരെ കൊന്നിരിക്കുന്നു. ഇക്കാര്യത്തിൽ പരിഹാര നിർദ്ദേശങ്ങളുമായി ഗവൺമെന്റ് പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഭൂമിയുടെ അളവിനനുസരിച്ച് അല്ല വന്യമൃഗങ്ങൾ ഇപ്പോഴുള്ളത്. അതിൻ്റെയൊക്കെ 20 ഇരട്ടി വന്യമൃഗങ്ങൾ വനത്തിലായി കഴിഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്നുള്ളത് പ്രധാനമായിട്ടും അതിന് ശാസ്ത്രീയമായ കണക്കെടുപ്പും അതോടൊപ്പം അതിനനുസൃതമായ നിയന്ത്രണവും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. സംസ്ഥാനത്ത് 30 ലക്ഷം ഏക്കറോളം വരുന്ന വനപ്രദേശങ്ങളിൽ 4 ലക്ഷം ഏക്കർ പുൽമേടുകളടക്കം നശിപ്പിച്ചുകൊണ്ട് വിദേശ സസ്യങ്ങൾ നട്ടുവളർത്തുന്ന പ്രവണത ഫോറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അവിടെ പുൽമേടുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. വനം സമ്പൂർണമായി നിലനിർത്തി അതിൻ്റെ ഉള്ളിൽ ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളത്തിന് വേണ്ട തടയണകൾ യഥേഷ്ടം നിർമ്മിക്കുന്നതിന് PWD പോലുള്ള ഏജൻസികളെ വെച്ച് പൂർത്തീകരിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. വന്യമൃഗശല്യം വ്യാപകമായതോടെ പ്രശ്നപരിഹാരത്തിനായി രാജ്യം മുഴുവൻ ബാധകമാകുന്ന പൊതു നടപടിക്രമം എന്ന ആശയമാണ് കേന്ദ്രം മുന്നോട്ടുവയ്ക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടന്ന ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ച ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മനുഷ്യർക്കും വന്യജീവികൾക്കും ഒരുപോലെ സുഗമമായ ജീവിതം ഉറപ്പാക്കാനായി രൂപരേഖ തയ്യാറാക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തി. പൊതു നടപടിക്രമം എന്ന നിർദ്ദേശം കേരളമാണ് മുന്നോട്ടുവച്ചത്. ഓർക്കുക, ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികളാണ്. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഈ വാക്കുകൾ വളരെ പ്രധാനമാണ്. വന്യമൃഗങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി മുന്നോട്ടു പോകുക എന്നത് ഒരിക്കലും പ്രാവർത്തികമല്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതലായി അനുഭവപ്പെടുന്ന മേഖലകളിൽ പ്രയോജനപ്പെടുത്താനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, ജനന നിരക്ക് കൂടിയ ജീവിവർഗങ്ങളുടെ നിയന്ത്രണം, ഇരകളുടെ ലഭ്യത വനത്തിനുള്ളിൽ വർദ്ധിപ്പിക്കൽ, വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിനായി റേഡിയോ കോളറുകളുടെ ലഭ്യത കൂട്ടുക തുടങ്ങി സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി മനുഷ്യ വന്യജീവി സംഘർഷം എത്രയും വേഗം ലഘൂകരിക്കുകയാണ് വേണ്ടത്. വന്യമൃഗങ്ങളുടെയും മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു നല്ല നാളേക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.